പരിശുദ്ധ റമദാനിലെ ഏറ്റവും സന്തോഷകരമായ ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം എടുത്ത ഓരോ ആരാധനാ കർമ്മങ്ങളും സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് റമദാൻ ലഭിച്ചവരാണല്ലോ നമ്മൾ. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്നുള്ള നിലയിൽ റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ അറിഞ്ഞ നമ്മൾ, റമദാൻ ലഭിച്ച ആളുകൾ രണ്ട് വിധമുണ്ട്. റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒന്നാമത്തേത്, റമദാനിനെ അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ പോലെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും സജീവമായി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി അവസാനം സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച മനോഹരമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മാലാഖമാർ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. ഇതാണ് റമദാൻ ലഭിച്ചവരിൽ ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട ഒരു വിഭാഗമാണ്. ആരാണ് ആ വിഭാഗം? എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? മദീന പള്ളി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുകയാണ്. പതിവിന് വിപരീതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആമീൻ 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 എന്ന് പറയുന്നു. സഹാബാക്കൾ നബിയോട് ചോദിക്കുന്നു, നബിയെ, എന്തിനാണ് താങ്കൾ മിമ്പറിലേക്ക് കയറിയപ്പോൾ 3 തവണ ആമീൻ എന്ന് പറഞ്ഞത്? പ്രത്യേകമായ വല്ല വഹയും ലഭിച്ചോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഞാൻ മിമ്പറിലേക്ക് കയറിയപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ആ 3 കാര്യങ്ങൾക്കാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. അതിൽ ഒരു പ്രാർത്ഥന, മൻ അദറക റമദാൻ, ഒരാൾക്ക് അല്ലാഹു റമദാൻ നൽകി, നമ്മൾക്ക് അല്ലാഹു റമദാൻ നൽകി, ഫലം യുഗ്ഫർ ലഹു, റമദാനിനെ പൂർണ്ണമായും അയാൾ ഉപയോഗിക്കുക വഴി സ്വർഗ്ഗം ലഭിക്കുന്നതിന് പകരം റമദാനിനെ അയാൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അയാളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തില്ല, അഥവാ റമദാനിനെ പൂർണ്ണമായും അയാൾ ഉപയോഗിച്ചില്ല. ഫദഖലന്നാർ ഫഅബ്അദഹുല്ലാഹ്, അയാളെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അയാളെ അള്ളാഹു അകറ്റുകയും ചെയ്യട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഞാൻ അതിന് ആമീൻ എന്ന് പറയുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമ്മളടക്കമുള്ള സദസ്സിൽ ലോകത്ത് റമദാൻ കിട്ടിയ മുഴുവൻ മുസ്ലിമീങ്ങളിലും 2 വിഭാഗക്കാരുണ്ട്. ഒന്ന്, റമദാന് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗമാണ്. രണ്ടാമത്തേത്, റമദാന് കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാണ്. എന്തുകൊണ്ടാണ് റമദാന് കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടായത്? റമദാനിന്റെ പുണ്യങ്ങൾ അവർക്കറിയാം, റമദാനിന്റെ ശ്രേഷ്ഠതകൾ കേട്ടതാണ്, റമദാനിൽ ചെയ്യേണ്ട ഇബാദത്തിനെ കുറിച്ച് ധാരണയുള്ളവരാണ്, റമദാനിന്റെ വിധിവിലക്കുകൾ ധാരാളം കേട്ടു പഠിച്ചു മനസ്സിലാക്കിയവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് നരകത്തിൽ എത്തിപ്പെട്ടത്? അതിനു കാരണം അവരുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്. ആ ചിന്ത ഖില്ലത്തുൽ അമൽ വതൂലുൽ അമൽ, വളരെ കുറച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. വതൂലുൽ അമൽ, പ്രവർത്തിക്കാനുള്ള കാരണം കുറച്ചു മാത്രം പ്രവർത്തിക്കാനുള്ള കാരണം വതൂലുൽ അമൽ, അമിതമായ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ ബേസ് എന്താ അറിയോ? ഇൻഷാ അല്ലാഹ് ഇനിയും റമദാൻ ഉണ്ടാകുമല്ലോ, ഇതുകൊണ്ട് തീരുകയില്ലല്ലോ, ഇനിയും അവസരമുണ്ടല്ലോ, ഇതിൽ കഴിയാത്തത് കൊണ്ട് 6 നോമ്പ് കൊണ്ട് പരിഹരിക്കാമല്ലോ, അല്ലെങ്കിൽ ഇനിയും ജീവിതത്തിൽ റമദാനുകൾ വരാനുണ്ടല്ലോ,
അല്ലെങ്കിൽ ഹജ്ജോ ഉംറയോ ഒക്കെ ചെയ്ത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമല്ലോ. അവരുടെ മനസ്സിൽ ഇനിയും ദിവസങ്ങളുണ്ട്, ഇനിയും അവസരങ്ങളുണ്ട് എന്ന് ശൈത്താൻ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുവഴി റമദാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സജീവമാവുകയും പിന്നീട് മടിയും അലസതയും ജീവിതത്തിലേക്ക് വരികയും അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം കുറയും, ഓതുന്ന ഖുർആനിന്റെ പേജുകളുടെ എണ്ണം കുറയും, ദീനിയായി ജീവിതത്തിൽ പുലർത്തിയ സംസാരത്തിന്റെ സൂക്ഷ്മതയുടെ ഭക്തി കുറയും, പള്ളിയിലേക്കുള്ള വരവ് കുറയും, ക്ലാസുകളിലേക്കുള്ള വരവ് കുറയും. അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ റമദാനിന്റെ പുണ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവസരമുണ്ടല്ലോ എന്നതാണ്. സഹോദരങ്ങളെ, അതുവഴിയാണ് അവർ നരകത്തിലേക്ക് എത്തിപ്പെടുക. എങ്ങനെയാണ് റമദാന് കൊണ്ട് സ്വർഗം ലഭിച്ച ആളുകളുടെ മനസ്സെന്താണ്? അവിടെ മനസ്സിൽ പ്രവാചകന്റെ ഒരൊറ്റ വചനം അവിടെ മനസ്സിൽ റമദാൻ അവസാനം വരെ രൂഢമൂലമായിരിക്കും. അതേതാണ്? പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം, പ്രവാചകരെ, യാ റസൂലല്ലാഹ് അല്ലിംനി വ ഔജിസ്, പ്രവാചകരെ വളരെ ചുരുക്കി എന്റെ ജീവിതത്തിൽ സ്വർഗം ലഭ്യമാകുന്ന, എന്റെ ജീവിതത്തിൽ എന്റെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു കാര്യം വളരെ ചുരുക്കി പ്രവാചകരെ പറയണം. പ്രവാചകന്റെ വാക്ക്, നീ ഫഇദാ ഖുംത ഫി സ്വലാത്തിക്, നീ നിന്റെ നമസ്കാരത്തിലേക്ക് നിന്നാൽ സ്വല്ലു സ്വലാത്ത മുവദ്ദഇൻ, ജീവിതത്തിൽ അവസാനത്തെ ആരാധനയാണ് നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തിൽ നീ ആരാധനകൾ നിർവഹിച്ചാൽ മതി, നിനക്ക് സ്വർഗം ലഭിക്കും. സഹോദരങ്ങളെ, റമദാൻ 30 ദിവസവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളൊരു കാര്യം ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അതെന്താണ്? എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആകും ഇത്. ഇനി ഒരു അവസരമുണ്ടായിക്കൊള്ളണമെന്നില്ല ഇതുപോലെ ആരാധനകൾ ചെയ്യാൻ, ഇതുപോലെ പള്ളിയിൽ വരാൻ, ഇതുപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ, ഇതേ കാഴ്ചയിൽ ഖുർആൻ ഓതാൻ, ഇതേ ബുദ്ധിശക്തിയിൽ റമദാനിന്റെ ക്ലാസുകൾ കേൾക്കാൻ, ഇതേ സാമ്പത്തികമായി സുസ്ഥിരതയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കകൾ നൽകാൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കാൻ ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു റമദാൻ കിട്ടുകയില്ല എന്ന് ഞാനടക്കം എത്ര ആളുകളുടെ മനസ്സിൽ അതിശക്തമായ ബോധമുണ്ടോ അവർക്ക് റമദാൻ കൊണ്ട് സ്വർഗം ലഭ്യമാവുകയുള്ളൂ. അല്ലാത്തവരാണ് റമദാൻ കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആമീനിലും മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശാപ പ്രാർത്ഥനയിലും ഉൾപ്പെട്ട് അള്ളാഹുവിന്റെ പക്കൽ റമദാൻ കിട്ടിയിട്ടും നരകം ലഭിച്ച ഒരു ഭാഗത്തിൽ ഉൾപ്പെടുന്നതിന്റെ കാരണം, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ റമദാനാണ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ അന്ന് മരിക്കണമെന്നുണ്ടോ? ശൈത്താൻ അതാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പെരുന്നാളിന്റെ പിറ്റേ ദിവസം മരിക്കണമെന്നാണോ? അല്ല. പിന്നെയോ, അടുത്ത റമദാനിന്റെ മുന്നേ എത്ര കാലമുണ്ട്? സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലല്ലേ ബാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും 3 മക്കളും നാട്ടിലൊരു വീട് കയറ്റണം, റമദാനിന്റെ മുമ്പ് വീട് കൂടിയിരിക്കണം, അവിടെ മനസ്സിൽ ആഗ്രഹമാണ്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടന്നു. വീട് കൂടൽ ചടങ്ങിന് വേണ്ടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ അവർ തീരുമാനിച്ചു. വീട് കൂടൽ ചടങ്ങിന്റെ തീയതി പ്രഖ്യാപിച്ചു. നാട്ടിലുള്ള അനിയൻ എല്ലാവരെയും പോയി വിളിച്ചു. വീട് കൂടൽ ചടങ്ങിന്റെ 10 ദിവസം മുമ്പ് നാട്ടിലേക്ക് എത്താൻ വേണ്ടി അവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വഴി ആക്സിഡന്റ് പറ്റി 5 പേരും ഒന്നിച്ചു മരിച്ചു. സഹോദരങ്ങളെ, അവർ കയറ്റിയ വീട് ഇവിടെയുണ്ട്. ആ വീടിന്റെ ആധാരത്തിൽ പേരുള്ള ഒരാളും ഇന്ന് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പില്ല. അവർക്ക് ആഗ്രഹമുണ്ടാകില്ലേ? അവനവൻ അധ്വാനിച്ച് കയറ്റിയ വീട്ടിൽ അവനവന്റെ പിതാവിനെയും കൊണ്ട് ഈ റമദാനിന്റെ മുഴുവൻ ദിവസങ്ങളും ബാപ്പയെയും ഉമ്മയെയും കൊണ്ട് ആ പുതിയ വീട്ടിൽ ആരാധനകൾ സജീവമാക്കണമെന്ന് അള്ളാഹു കൊണ്ടുപോയി. അവന്റെ ജീവിതത്തിൽ ആ 5 പേരുടെയും ജീവിതത്തിലെ അവസാനത്തെ റമദാൻ കഴിഞ്ഞ റമദാനായിരുന്നു. അവർ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? റയ്യാൻ കവാടം അവരെ കാത്തിരിക്കുന്നുണ്ടാകും. അവർ അതിനുപയോഗപ്പെടുത്തിയിട്ടില്ലേ? അള്ളാഹുവിന്റെ വിധിയും അവരെ കാത്തിരിക്കുന്നുണ്ടാവും. കൂടെ പഠിച്ചൊരു സഹോദരിയുണ്ട്, 3 മക്കളുടെ ഉമ്മയാണ്. കഴിഞ്ഞ മാസമാണ് ക്യാൻസർ വന്നു, ബ്രസ്റ്റ് മുറിച്ചു, ഒറ്റ ആഴ്ച കൊണ്ട് ശരീരം നീലച്ചു, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവളുടെ 3 കുട്ടികളും ബാക്കിയുണ്ട്, ഇക്കാക്കയും ബാക്കിയുണ്ട്. അവളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ കഴിഞ്ഞ റമദാനായിരുന്നു. ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? സ്വർഗമുണ്ട് സഹോദരങ്ങളെ, ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ? അള്ളാഹുവിന്റെ വിധി നമ്മളെ കാത്തിരിക്കുന്നുമുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ അടിയുറച്ചു നിൽക്കണം. 2024 റമദാൻ ഇനി നമ്മുടെ ജീവിതത്തിലില്ല. 2025 മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ച് ദുനിയാവിൽ നിന്ന് പോയാൽ അതോടുകൂടി ഈ റമദാനോടുകൂടി തീരുമാനിക്കപ്പെടും നമ്മുടെ സ്വർഗവും നരകവും. ഈ റമദാനിന്റെ
തലേ ദിവസം നമ്മുടെ റമദാനിന്റെ 1-ാമത്തെ തീയതിയുടെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. റമദാനിന്റെ തലേ ദിവസമാണ്, പള്ളിയുടെ തൊട്ടടുത്താണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളെക്കാളും കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ലേ പള്ളിയിലേക്ക് വരണം, തറാവീഹിനുണ്ടാകണം, കുടുംബത്തോടൊപ്പം വരണം. അല്ലാഹു കൊണ്ടുപോയി. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു മസ്ബൂഖീൻ. അല്ലാഹു നിശ്ചയിച്ച അന്ന് റമദാനിന്റെ തലേ ദിവസം 24 മണിക്കൂർ അല്ലാഹു കൊടുത്തിരുന്നെങ്കിൽ റമദാനിന്റെ ഈ പുണ്യത്തിലേക്ക് കാലെടുത്ത് വെക്കാമായിരുന്നു. അല്ലാഹു കൊണ്ടുപോയി. സഹോദരങ്ങളെ, നമ്മൾക്ക് അല്ലാഹു ഇത് തന്നു, നമ്മൾക്കിത് തന്നു, അൽഹംദുലില്ലാ. എന്നിട്ട് അതിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയിൽ ഒരുമിച്ച് കൂടുവാനും നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി. സഹോദരങ്ങളെ, അവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം, ഇത് ആദ്യത്തെ 10 ദിവസത്തെ ആവേശമാകരുത്, മറിച്ച് അവസാനം വരെ റമദാൻ കൊണ്ട് സ്വർഗം ലഭിക്കുന്നവരിൽ ഞാനും എന്റെ കുടുംബവും ഉണ്ടാകണം. ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാകാൻ നമ്മൾ മരിക്കണമെന്നില്ല പ്രിയപ്പെട്ടവരെ, മരിക്കണമെന്നില്ല. നമ്മൾ മൂത്രൊഴിക്കുന്നു, ചെറിയൊരു വ്യത്യാസം ഇങ്ങനെ കാണുന്നു നിറത്തിൽ. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മൂത്രമൊഴിക്കുന്ന സമയത്ത് ബ്രെഡിന്റെ അംശം കാണുന്നു, കഴിഞ്ഞു, ജീവിതത്തിൽ അവസാനത്തെ റമദാനാവും. ഡോക്ടർ പറയും ഇനി നോമ്പൊൽക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ജീവനുണ്ട്, ആയുസ്സുണ്ട്, നോമ്പുണ്ടാവൂല. നമ്മൾ 40 സ്പീഡിൽ ബൈക്കുമലോ കാർമലോ പോകാൻ ശ്രദ്ധിച്ചിട്ടാണ് പോണത്. എതിർദിശയിൽ നിന്ന് വരുന്നവൻ 120 സ്പീഡിൽ നമ്മുടെ വാഹനത്തോട് കുട്ടിയാൽ, നമ്മുടെ നട്ടലിന് ക്ഷതം പറ്റിയാൽ വീട്ടിൽ നമ്മളിരിക്കും. ആയുസ്സുണ്ട്, റമദാന് വരും, പള്ളിയിൽ നിന്ന് ബാങ്കുലി നമ്മൾ കേൾക്കും. നമ്മുടെ കുടുംബത്തിലെ ആളുകൾ പള്ളിയിലേക്ക് പോകുന്നത് നമ്മൾ അറിയും. പള്ളിയിൽ നിന്ന് തറാവീഹിന്റെ ഇമാമിന്റെ ഓത്ത് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കാതുകളിലേക്ക് അലയടിക്കും. വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ആളുകൾ പള്ളിയിലേക്ക് പോകുന്നത് ജനലഴികൾക്കുള്ളിലൂടെ നമ്മൾ നോക്കേണ്ടി വരും. പക്ഷേ നോമ്പ് നോൽക്കാൻ കഴിയില്ല, ഇബാദത്തുകൾ ചെയ്യാൻ കഴിയില്ല. അവിടെ കിടന്ന് നമ്മുടെ ജീവിതത്തിൽ അതുവരെ നമ്മൾ ചെയ്ത ഇബാദത്തിനെ കുറിച്ച് സന്തോഷിക്കണമെങ്കിൽ കിട്ടിയ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. സഹോദരങ്ങളെ, അറിയണം, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, അയ്യാമൻ മഅദൂദാത്ത്. അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിവസങ്ങളെ ഇതുള്ളൂ, എണ്ണപ്പെട്ട ദിവസമേ ഉള്ളൂ. സ്വർഗം ലഭിക്കണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങിക്കണം, സിറാത്ത് പാലം മുറിച്ചു കടക്കണം, അരശിന്റെ തണൽ കിട്ടണം, പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങാൻ കഴിയണം, നഗ്നനേത്രം കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയണം, അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണം. എത്ര ആഗ്രഹങ്ങളാ കൂട്ടരെ! അതിന് അള്ളാഹു നമ്മൾക്ക് തന്നത് 30 ദിവസേ ഉള്ളൂ. ആ 30 ദിവസത്തെ പോലെ അള്ളാഹു പറയാൻ അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസേ ഉള്ളൂ, കഴിഞ്ഞു പോകും, പെട്ടെന്ന് തീർന്നു പോകും. സഹോദരങ്ങൾ, അതുകൊണ്ട് പ്രവാചകന്റെ വാക്ക് യാ ബാഗി അൽ ഖൈർ അഖ്ബിൽ, സ്വർഗം വേണ്ടവരെ, നരകമോചനം വേണ്ടവരെ, പുണ്യങ്ങൾ വേണ്ടവരെ, റയ്യാൻ കവാടം വേണ്ടവരെ, അള്ളാഹുവിന്റെ കാരുണ്യം വേണ്ടവരെ, അഖ്ബിൽ, മുന്നോട്ട് വരൂ. കൂട്ടുകാരുണ്ടാകില്ല, നിങ്ങൾ വരണം. കുടുംബക്കാരുണ്ടാകില്ല, നിങ്ങൾ വരണം. നമ്മുടെ ആഗ്രഹമാണോ നമ്മൾ വരണം. നമ്മുടെ ജീവിതത്തിൽ ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓടൂ. നടക്കരുത്, നടക്കരുത്, നേരമില്ല, നടക്കരുത്, നേരമില്ല. സാരിഉ, മുന്നേറിക്കൊള്ളൂ. മെല്ലെ പോകാൻ പാടില്ല, മടുത്തുപോകും. മുന്നേറിക്കൊള്ളൂ. ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് വരൂ, നഷ്ടപ്പെടുത്തരുത്. ദാനധർമ്മം വർദ്ധിപ്പിക്കൂ, നഷ്ടപ്പെടുത്തരുത്. ഓതിയ ഖുർആൻ നിർത്താതെ ഓതൂ, നഷ്ടപ്പെടുത്തരുത്. ജമാഅത്തുകൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കൂ, നഷ്ടപ്പെടുത്തരുത്. പടച്ചവന്റെ മാർഗത്തിൽ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യത്തിലും മുന്നേറ്റമുണ്ടാകണം. ഖുർആനിന്റെ വാക്കാൻ. എന്തേ കാരണം? തീരും, തീരും. നമ്മുടെ തീരുമാനം ഉണ്ടാകണം. ഈ റമദാൻ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിലാണ് ഞാൻ ഉൾപ്പെടേണ്ടത്. ഒരു കാര്യം നമ്മൾ അറിയാം, അല്ലാഹുവേ, ഈ 30 ദിവസം കൊണ്ട് നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞത് എന്താണ്? എന്താ തരാന്ന് പറഞ്ഞ്? സ്വർഗാൻ, നരകമോചനാൻ, പാപമോചനാൻ. സ്വർഗം തരാന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ആരറിയോ? യാസർ കുടുംബാൻ. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിലേ യാസർ റളിയല്ലാഹു അൻഹു, ഭാര്യ സുമയ്യ റളിയല്ലാഹു അൻഹ, മക്കൾ മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു. എന്തേ അബൂജഹൽ അടക്കമുള്ള ആൾക്കാർ ചെയ്തറിയോ? ഈത്തപ്പനയിൽ വരിഞ്ഞു മുറുക്കി കെട്ടി, കഴുത്ത് മാത്രം ബാക്കിയാക്കി, കഴുത്ത് പ്രവാചകൻ നടന്നു വരുന്ന വഴിയിലേക്ക് തിരിച്ചു കെട്ടി. എന്നിട്ട്
പ്രവാചകൻ നടന്നു വരുന്ന സമയം അതിന്റെ മുമ്പേ അടി തുടങ്ങും, ശക്തമായി അടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്ന് കണ്ടപ്പോ അതിശക്തമായി അടി വീണ്ടും ശക്തമാക്കി ബലിഷ്ഠമായി തല്ലി. ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി, ചോര പൊടിയാൻ തുടങ്ങി, തൊലി പൊട്ടാൻ തുടങ്ങി, മാംസം ഊർന്നു വീടുമാറി നിൽക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, യാസർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ ദയനീയമായി നോക്കി. ഹദീസിന്റെ ഗ്രന്ഥത്തിൽ യാസർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ നോക്കുന്ന നോട്ടത്തെ പറ്റി എന്താ വർണ്ണിച്ചെന്നറിയോ? ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്ന് ആത്മാവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവസാനമായി മലക്കുൽ മൗത്തിനെ നോക്കുന്ന ദയനീയമായ നോട്ടല്ലേ, ആ നോട്ടമാണ് യാസർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ നോക്കി. പ്രവാചകന്റെ മുഖത്തേക്ക് നിറക്കണ്ണുകളുമായി യാസർ റളിയല്ലാഹു അൻഹു നോക്കി. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ താങ്കൾ ഇത് കാണുന്നില്ലേ? പ്രവാചകരെ താങ്കൾ ഇത് കാണുന്നില്ലേ? അവരെന്നെ അടിക്കാണ് റസൂലുള്ളാഹ്, അവരെന്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് ദ്രോഹിക്കാണ് പ്രവാചകരെ. എന്റെ രക്തം പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് റസൂലുള്ളാഹ്, എന്റെ മാംസം ഇതാ വേർതിരിയാൻ തുടങ്ങിയിട്ടുണ്ട് റസൂലുള്ളാഹ്, എന്റെ ജീവിതത്തിൽ സഹിക്കാവുന്നതിലപ്പുറമായിട്ടുണ്ട് റസൂലുള്ളാഹ്. ഇന്ന് വരെ പ്രവാചകരെ ഞാൻ അവിടെ സമ്പത്ത് മോഷ്ടിച്ചിട്ടില്ല, ഞാൻ അവരുടെ പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ഞാൻ അവരോട് കയർത്തൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്തിനാ നബിയെ അവരെന്നെ അടിക്കുന്നത്? എന്തിനാണ് പ്രവാചകരെ അവരെന്നെ ദോഹിക്കുന്നത്? പ്രവാചകരെ ചോദിച്ചു നോക്കിൻ, അവരോടൊന്ന് നിർത്താൻ വേണ്ടി പറയൂ പ്രവാചകരെ. സഹോദരങ്ങളെ, പ്രവാചകൻ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്ന് കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ട് യാസർ റളിയല്ലാഹുവിനോട് പറഞ്ഞ വാക്കെന്താ അറിയോ? സബ്റൻ യാ ആല യാസർ ഫഇന്ന മൗഇദുകുമുൽ ജന്ന. സബ്റൻ യാ ആല യാസർ, യാസർ കുടുംബമേ ക്ഷമിക്കൂ. ഫഇന്ന മൗഇദുകുമുൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരും, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് രക്തം പിളർന്ന് ശരീരത്തിൽ നിന്ന് മാംസം ഉതിർന്നു വീണ് ജീവത്യാഗം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ യാസറെ നീ ക്ഷമിക്കടാ, അള്ളാഹു നിനക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞ സ്വർഗമാണ് കൂട്ടരെ. ഏസിപ്പള്ളിയിൽ നിന്നിട്ട് 30 ദിവസം കൊണ്ട് എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരാമെന്നേറ്റത്. നെഞ്ചത്ത് കല്ലുകയറ്റി വെച്ച് ബിലാൽ റളിയല്ലാഹുവിനെ വലിച്ചു കൊണ്ടുപോകാൻ ശരീരത്തിൽ നിന്ന് മണലാരണ്യത്തിലേക്ക് തൊലി ഉടർന്നു പോകുന്നുണ്ട്. ശ്വസിക്കാൻ വേണ്ടി നെഞ്ചിന്റെ കൂടിന്റെ മുകളിൽ കല്ല് കയറ്റി വെച്ചിട്ട് ഒരു ശ്വാസത്തിന് വേണ്ടി പോലും പിടയുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ഒറ്റ കാര്യമാണ് അവർ പറഞ്ഞത്, ബിലാലെ തിരിച്ച് ലാത്തയെയും ഉസ്സയെയും നല്ലതാണ് എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വെറുതെ വിടാം. ബിലാൽ റളിയല്ലാഹുവിന്റെ വാക്ക്, നിങ്ങൾ എന്നെ തിരിച്ചു നരകത്തിലേക്ക് വിളിക്കുകയാണോ? നിങ്ങൾ എന്നെ തിരിച്ച് നരകത്തിലേക്ക് വിളിക്കുകയാണോ? നെഞ്ചകത്ത് കല്ല് കയറ്റി വെച്ച് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പീഡനങ്ങൾ അനുഭവിച്ച് ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത നരകമോചനമാണ് കൂട്ടരെ. നമ്മൾക്ക് 30 ദിവസം കൊണ്ട് അല്ലാഹു തരാന്ന് പറഞ്ഞത്. മടുക്കാൻ പാടില്ല. പള്ളിയിൽ സജീവാകണം, ഖുർആനോത്ത് സജീവമാകണം, ദാനധർമ്മം സജീവമാകണം, കുടുംബസമേതം വരണം. നമ്മുടെ ഇബാദത്തുകൾ ആദ്യത്തെ 10 മാത്രമായി ചുരുക്കപ്പെടരുത്. തീരുമാനിക്കണം, ഇനി ഒരു അവസരമില്ല എങ്കിൽ ഈ ഒരു അവസരം കൊണ്ട് സ്വർഗം കിട്ടണം. ഒരൊറ്റ കാര്യം കൂടി, ലോകത്തെ ഏറ്റവും വലിയ പരാജയം എന്താ അറിയോ? ലോകത്തെ ഏറ്റവും വലിയ പരാജയം, പരലോകത്തെത്തി അള്ളാഹുവിന്റെ മുന്നിൽ നരകമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് മുസ്ലിമായ ഒരു വ്യക്തി അള്ളാഹിനോട് പറയണ വാക്കാണ്. എന്താ വാക്ക്? റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒന്ന് എന്നെ മടക്കി അയക്കണം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ഒരൊറ്റ തവണ കൂടി ദുനിയാവിലേക്ക് മടക്കി അയച്ചാൽ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ അറിഞ്ഞിട്ടും ഉപേക്ഷിച്ച കുറെ പുണ്യമുണ്ട്, ചെയ്യാമായിരുന്നിട്ടും മടുത്തിട്ടൊഴിവാക്കിയ കുറെ കാര്യമുണ്ട്. എനിക്കറിയാം പുണ്യം ചെയ്യേണ്ടത് എന്താണ് എന്നറിയാം, ഞാൻ നിർത്തിയതാണ് പടച്ചോനെ, ഞാനതൊക്കെ ചെയ്തോളാം. നാഥ ഒരവസരം കൂടി തരണം. അതിന് അള്ളാഹുവിന്റെ മറുപടി എന്താ രസങ്ങളെ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുൻ നദീർ. ഒന്നാമത്തെ ചോദ്യമാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. മുഹമ്മദേ, അബ്ദുറഹ്മാനെ, ഫാത്തിമ, ആയിഷ ആലോചിക്കാൻ മാത്രം ആയുസ് തന്നില്ലേ? 10 കൊല്ലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റ്. 10 കൊല്ലം.
അവനവന്റെ ആയുസ് വെച്ച് നോക്കിയാൽ നബിയുടെ 2 ഇരട്ടിപ്പഴായിട്ടുണ്ടാവും. അവലം നുഅമ്മിറുക്കും, ആയുസ് തന്നില്ലേ. മായത്തദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാൻ മാത്രം. വജാഅകുൻ നദീർ, ഖുത്ബ കേട്ടില്ലേ, പ്രസംഗം കേട്ടില്ലേ, മഹല്ലിൽ ക്ലാസ് ഉണ്ടായില്ലേ? ഫലസ്തീനിലെ സാധുക്കളായ കുട്ടികൾ നോമ്പ് നോൽക്കാൻ പോലും പച്ചവെള്ളം പോലും കിട്ടാത്ത അവസരത്തിൽ ബാങ്ക് കേൾക്കുന്ന, ഇഖാമത്ത് കേൾക്കുന്ന, തറാവീഹുള്ള നല്ലൊരു പള്ളിയും മഹല്ലുമൊക്കെ തന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായത്? ആ സമയത്ത് തറാവീഹിന്റെ ഇടക്ക് 4 റക്അത്ത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇഞ്ചി സോഡ കുടിക്കുക, പോരുക. 2ാമത്തെ തറാവീട്ടുള്ളൂ. 2ാമത്തെ തറാവി. 1ാമത്തെ ദിവസം സുബഹിക്ക് ഭർത്താവിന്റെ കൂടെ ഭാര്യമാര് വരിക. 3ാമത്തെ ദിവസമാകുമ്പോഴേക്കും സുബഹി ജമാഅത്ത് കഴിഞ്ഞു. എന്തേ? ഉറക്കം വരിക. 11 മാസം ഉറങ്ങാണ്. ഒറ്റ മാസാണ് വരാൻ കഴിയ. ഇക്കാക്കാന്റെ കാറിന്റെ കൂടെ പോന്നാ മതി. ശൈത്താൻ പിടിക്കാൻ. അള്ളാന്റെ ചോദ്യാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുൻ നദീർ. ചിന്തിക്കാനും ആലോചിക്കാനും അധ്വാനിക്കാനും ആയുസ് തന്നില്ലേ, മഹല്ല് തന്നില്ലേ, സംവിധാനങ്ങൾ തന്നില്ലേ? എന്നിട്ട് എന്തേ ഉണ്ടാക്കിയത്? അള്ളാഹുവിന്റെ അവസാനത്തെ വാക്കെന്താ അറിയോ? ഫദൂഖു ഫമാ ലിദ്വാലിമീന മിൻ നസീർ. അതുകൊണ്ട് ശിക്ഷ ആസ്വദിച്ചോ, സഹായിക്കാൻ ആരും വരൂല. സഹോദരങ്ങളെ, റമളാൻ നമ്മുടെ പ്രതീക്ഷയാണ്, സ്വർഗമാണ്, നരകമോചനാണ്. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയരുത്. ഒരേ ഒരു കാര്യം ബോധ്യത്തിലുണ്ടാവുക, റമളാൻ കിട്ടി സ്വർഗത്തിലേക്ക് പോകുന്നവർ മാത്രമല്ല, റമളാൻ കിട്ടി നരകത്തിലേക്ക് എത്തിപ്പെടുന്നവരുമുണ്ട്. അതിൽ ഉൾപ്പെടാതിരിക്കാൻ കഠിനാധ്വാനം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നിട്ടുള്ള ഈ ഒരു അവസരം കിട്ടാത്ത ആളുകളോടൊന്ന് സംസാരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര വലിയ ശ്രേഷ്ഠതയിലാണ് നമ്മൾ. നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു മകനുണ്ടായിരുന്നു. അവന് ശാരീരികമായി അപൂർവങ്ങളിൽ അപൂർവമായ അസുഖമാണ്. ശരീരത്തിലെ കോശങ്ങൾ ഇങ്ങനെ ദ്രവിച്ച് പോവുക. ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി, ഫലമൊന്നും ഉണ്ടായില്ല. 21-22 വയസ്സറ്റായി. അവസാനം ഡോക്ടർമാർ കുടുംബത്തെയും അവനെയും വിളിച്ച് 2 പേരോടും ബോധ്യപ്പെടുത്തി കൊടുത്തു, ബോധം നിലനിൽക്കാൻ ആവശ്യമായ കോശം ഏകദേശം ഇത്രാം തീയതിക്കുള്ളിൽ നഷ്ടമാകും, പിന്നീട് മരണം പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. ഏകദേശം ഡേറ്റും സമയവും ഒക്കെ അവനോട് കുടുംബത്തോടും പറഞ്ഞു. ബോധം നഷ്ടപ്പെട്ട് അവൻ മരണപ്പെടും എന്ന് ഏകദേശം ഡോക്ടർമാർ പറഞ്ഞ ആ ദിവസം നമ്മുടെ സഹോദരങ്ങളടക്കം കുറേ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ യന്ത്രസാമഗ്രികളുമായിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട്. അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അവൻ അങ്ങേയറ്റം ബലഹീനനാണ്. പിന്നീട് അവർ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറയുന്നിടക്ക് ഏകദേശം ഡോക്ടർ 2 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ ബോധം പോകുന്ന പറഞ്ഞു. അതിനിടയിൽ 12:30 മണിക്ക് ളുഹർ ബാങ്ക് കൊടുത്തു. അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുമുണ്ട്. പക്ഷെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. യന്ത്രസാമഗ്രികൾ കൈകൾ കൊണ്ടിങ്ങനെ അവിടെ എടുത്തു വെച്ചു. വേച്ച് റൂമിലെ ബാത്റൂമിലേക്ക് ചെന്നു. വുളൂ ഉണ്ടാക്കി. എല്ലാവരുമുണ്ട്. ആരെയും അവൻ മൈൻഡ് ചെയ്യുന്നില്ല, ആരോടും അവനൊന്നും പറയുന്നില്ല. അവൻ മുസല്ല വിരിച്ചു, അവൻ കൈകെട്ടി റുക്കൂഇലേക്ക് പോയി, സുദീർഘമായ റുക്കൂഅ്. സുജൂദിലേക്ക് പോയി, സുദീർഘമായ സുജൂദ്. അതിനുശേഷം അവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞത്, മൗലവി, അവന്റെ ജീവിതത്തിൽ ആ റുക്കൂഉം സുജൂദും നമ്മളൊന്ന് കാണണമായിരുന്നു. ഏകദേശം 1 മിനിറ്റോളം ദീർഘമുണ്ടായിരുന്നു അവന്റെ റുക്കൂഇനും സുജൂദുകൾക്കും. സുജൂദ് അവൻ തല ഉയർത്തുമ്പോൾ കരഞ്ഞതിന്റെ അടയാളം സുജൂദ് ചെയ്ത സ്ഥലത്ത് കാണുമായിരുന്നു. 10-20 മിനിറ്റോളം നീണ്ടുനിന്ന അവന്റെ ജീവിതത്തിലെ അവസാനത്തെ സുന്നത്ത് നിസ്കാരം, മൗലവി, നമ്മളൊന്ന് കാണണമായിരുന്നു.
എന്തായിരിക്കും ആ കുട്ടി അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടാകുക? എന്തായിരിക്കും ആ കുട്ടി അവസാനമായിട്ട് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടാകുക? അള്ളാഹുവേ, ഞാനിതാ നിന്റെ അടുക്കലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാനും നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അധ്വാനിക്കാനും അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവേ, എന്റെ മുന്നിൽ ഇനി കൊല്ലങ്ങളില്ല, മാസങ്ങളില്ല, ദിവസങ്ങളില്ല, മണിക്കൂറുകൾ പോലുമില്ല. അള്ളാഹുവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത എന്റെ രഹസ്യത്തിലും പരസ്യത്തിലും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ മുഴുവൻ പൊരുത്തപ്പെടിപ്പിക്കാൻ നാഥാ, എന്റെ ജീവിതത്തിൽ ഇനി ആഴ്ചകളൊന്നുമില്ല, സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമേ പടച്ചോനെ ബാക്കിയുള്ളൂ. അള്ളാഹുവേ, എന്റെ അവസാനത്തെ സുജൂദ് കൊണ്ടെങ്കിലും അവസാനത്തെ റുക്കൂഅ് കൊണ്ടെങ്കിലും എന്റെ അവസാനത്തെ ഈ ദുആ കൊണ്ടെങ്കിലും എന്റെ അവസാനത്തെ ഈ നമസ്കാരം കൊണ്ടെങ്കിലും കാരുണ്യവാനായ നാഥ, നീ എന്റെ പാപങ്ങൾ പുറത്തെനിക്ക് സ്വർഗം നൽകണമേ എന്നാകൂലേ ആ കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകുക? എന്തതിന് കാരണം? ഇനിയൊരു അവസരം ഉണ്ടാകൂല, ഇനിയൊരു അവസരമല്ല എന്ന് ബോധ്യപ്പെട്ട ഒരാളുടെ ഇബാദത്ത് അങ്ങനെയാവും. നമുക്കിനി ഒരു അവസരം ഉണ്ടാകൂല. ഇതേപോലെ പള്ളിക്ക് വന്ന് കൂടാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു രോഗം വന്ന് നമ്മൾ 2 റമദാൻ അടച്ചു പൂട്ടപ്പെട്ടില്ലേ, അതേപോലെ വന്നാൽ, നമുക്കൊരു രോഗം വന്ന് ശരീരത്തിൽ ശസ്ത്രക്രിയ നടത്തി ഡോക്ടറിന് നോമ്പുൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവസാനത്തെ റമദാനാകും. സഹോദരങ്ങളെ, മടുക്കാതെ ചെയ്യുക, കുടുംബത്തെ കൂട്ടി ചെയ്യുക. ഞാൻ എൻ്റെ സഹോദരിമാരെ, പുരുഷന്മാർ അവരങ്ങാടിയിലും പരിസരങ്ങളിലും ജോലി സ്ഥലത്തും പരമാവധി പള്ളിയുമായിട്ട് ബന്ധപ്പെടും. സഹോദരിമാരെ, ഇത് നല്ലൊരു മഹല്ലാണ്. ഈ മഹലിന്റെ പരിസരത്താണ് എല്ലാ വീടും. മഗ്‌രിബ് നിങ്ങൾ ഏതായാലും വരാൻ കഴിയില്ല, നിങ്ങൾക്ക് ളുഹറും അസറും ഇശാഇന് ഏതായാലും നിങ്ങൾ വരുന്നു. നിങ്ങൾ സുബഹിയും ളുഹറും അസറും ദയവ് ചെയ്ത് നിങ്ങൾ ജമാഅത്തിന് പള്ളിയിലേക്ക് വരിൻ. റമദാനിലേ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുള്ളൂ. സഹോദരിമാരെ, ഓരോ കാലിനും പടച്ചോന്റെയൊക്കെ കൂലിയാണ്. 11 മാസം നമ്മൾ വരുന്നില്ല, ഈ മാസമെങ്കിലും വരിൻ. ആയിഷ റളിയല്ലാഹു അൻഹയും സഹാബാക്കളും മുഴുവനും സഹോദരിമാരും മുഴുവൻ ഒന്നിച്ച് വന്നിടത്ത് നമ്മൾ സുബഹിക്ക് ശേഷം അവിടെ തന്നെ വീട്ടിൽ നിന്ന് ഉറങ്ങുകയാണെങ്കിൽ, ളുഹറിന് ശേഷം വീട്ടിൽ നിന്ന് ഉറങ്ങുകയാണെങ്കിൽ, സഹോദരിമാരെ, ഈ ഒരു മാസം ഉപയോഗപ്പെടുത്തുന്നവരിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് ആലോചിക്കുക. കുറ്റപ്പെടുത്തല്ല, അള്ളാഹു പറഞ്ഞ, പ്രവാചകൻ പറഞ്ഞ ഈ ഒരു വാക്കാണ് മനസ്സിക്ക് വരേണ്ടത്. സാരിഉ, നിങ്ങൾ മുന്നേറിക്കൊള്ളൂ എന്നാ പറഞ്ഞത്. ഇഗ്തനിം, ഉള്ള സമയം പ്രയോജനപ്പെടുത്തൂ എന്നാ പറഞ്ഞ്. ഇനിയൊരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ആത്മാർത്ഥമായി സജീവമായി റമളാൻ ഉപയോഗപ്പെടുത്തുക. സ്വർഗം കിട്ടിയ മഹാരഥന്മാരായ മുൻഗാമികളുടെ ത്യാഗത്തിന്റെ ഫലമായി കിട്ടിയ സ്വർഗം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഇബാദത്ത് കൊണ്ട് അള്ളാഹു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നരകത്തിലേക്ക് പോണൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ റമളാനിലെടുത്ത മുഴുവൻ പുണ്യകർമ്മങ്ങളും നീ സ്വീകരിക്കുകയും റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന വിധം ഇബാദത്തുകൾ കൊണ്ട് സജീവമാകാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ ഉതകുന്ന വിധം ഇബാദത്തുകൾ കൊണ്ട് സജീവമാകാൻ നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് നാഥ നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂടെ ഒരുപാട് കാലം പള്ളിയിൽ നമസ്കരിച്ചിരുന്നവർ, റഹ്മാനായ നാഥ നീ എല്ലാവർക്കും ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ അവരെഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, റമളാനിനെ പൂർണ്ണമായും
ഫലപ്രദമായി ഉപയോഗിക്കുക വഴി